തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്ത ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് എഎപിയും കോൺഗ്രസും. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതിൽ ബിജെപി കാണിക്കുന്ന കാലതാമസം പാർട്ടിക്കുള്ളിൽ അധികാര വടംവലി വളരെ ശക്തമാണ് എന്നതിനുള്ള കൃത്യമായ ഉദാഹരണമാണെന്ന് ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ് ദേവേന്ദർ യാദവ് ആരോപിച്ചു. 27 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ബിജെപി ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ, അതായത് 1993 മുതൽ 1998 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ തലസ്ഥാനം 3 മുഖ്യമന്ത്രിമാരെയാണ് കണ്ടത്. ഇത്തവണയും സമാനമായ ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. കാരണം ഏകദേശം 10 ബിജെപി എംഎൽഎമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് യാദവ് ആരോപിച്ചിരിക്കുന്നത്. ബിജെപിയോടൊപ്പം തന്നെ DPCC അധ്യക്ഷൻ എഎപി നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ എഎപിക്ക് ബിജെപിയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം 22 എംഎൽഎമാരുണ്ടായിട്ടും എഎപി ഇതുവരെ പ്രതിപക്ഷ നേതാവിനെയും പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അവരും ഒരു അധികാര പോരാട്ടത്തിൽ കുടുങ്ങിയതായി തോന്നുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. അതേസമയം രാജ്യതലസ്ഥാനം ഇതുവരെ ഭരിച്ച എഎപി സർക്കാർ വളരെ ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ബിജെപിക്ക് കൈമാറുന്നതെന്ന് സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി അതിഷി അഭിപ്രായപ്പെട്ടു. ഇതിനാൽ തന്നെ ഡൽഹി നിവാസികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് സാമ്പത്തിക തടസ്സങ്ങളൊന്നും തന്നെയില്ല. ആം ആദ്മിയുടെ ഭരണത്തിന് കീഴിൽ ഡൽഹിയുടെ ബജറ്റ് 2014-15 31,000 കോടി രൂപയിൽ നിന്ന് 2024-25 77,000 കോടി രൂപയായി വളർന്നുവെന്നും 2015 മുതൽ സംസ്ഥാനം വരുമാന മിച്ചം നിലനിർത്തുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡൽഹി തിരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി നിരവധി വാഗ്ദാനങ്ങൾ നൽകി. മോദിജിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ ഒരു ലഘുലേഖ അവർ വിതരണം ചെയ്തു. ഓരോ സ്ത്രീക്കും പ്രതിമാസം 2,500 രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ബിജെപി നേതാക്കൾ മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലി ആഭ്യന്തര കലഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം തങ്ങൾക്ക് വാഗ്ദാനം നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന് അവകാശപ്പെട്ട് നിറവേറ്റാത്ത വാഗ്ദാനങ്ങളുടെ ഉത്തരവാദിത്തം എഎപിയുടെ മേൽ കെട്ടിവെക്കുക എന്നതാണ് അവരുടെ തന്ത്രം. സ്വന്തം കൊള്ള മറച്ചുവെക്കാനും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിനെ ന്യായീകരിക്കാനും അവർ ഈ ഒഴിവുകഴിവ് ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് അതിഷി ആരോപിച്ചു. പ്രത്യേകിച്ചും ഡൽഹിയിലെ ഓരോ സ്ത്രീക്കും പ്രതിമാസം 2,500 രൂപ നൽകുമെന്ന വാഗ്ദാനം അവർ നിറവേറ്റണം. ഈ വാഗ്ദാനം അവരുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പാസാക്കുകയും മാർച്ച് 8-നകം ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡൽഹിയിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ബിജെപി ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കാൻ ബിജെപി ആലോചിക്കുന്നുവെന്ന സൂചനകളും പുറത്തു വന്നത്. വൈവിധ്യമാർന്ന സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഡൽഹിയെ ഒരു മിനി ഇന്ത്യയായി പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാലുടെ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും.